I hate when something like this happens, guys. ചില സമയത്ത് എൻ്റെ അമ്മോ ഡി ജി എൻ്റെ അമ്മോ എൻ്റെ പൊന്നണ്ണ എനിക്ക് എന്തോന്ന് പറയണമെന്ന് അറിഞ്ഞോട്ടെ. ഈ സാധനം എൻ്റെ കൈ കിട്ടിയത് സോണിക് ലാമ്പ്. I hate this, bro. I seriously hate this. പട്ടികളെ ഈ സാധനം തുറന്നിട്ട് ഈ സാധനത്തിൽ നിന്ന് എടുത്ത് കഴിഞ്ഞത് ഓണാവൂലേ? എന്തൊരു കഷ്ടമാണടേ. യൂഷ്വലി അത് എടുത്തു കഴിഞ്ഞാൽ അത് ഓണാവും. ഞാൻ അത് നോക്കിയേ എടുക്കാറുള്ളൂ. കണക്ട് ചെയ്തപ്പോൾ ഇത് അൺബോക്സ് ഒക്കെ ചെയ്ത് ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനൊക്കെ ചെയ്തതാണടേ പോയി. അത് നല്ല രസമായിട്ടും ചെയ്തതാണ്. എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെയാണ്. നമ്മൾ നല്ലതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലത്തെ സാധനങ്ങൾ നമുക്ക് പണി തരും. എനിക്ക് വിഷമം തോന്നണം. ഇനിയിപ്പോൾ ഒന്നേന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റണില്ല മാനസികമായിട്ട്. ഇറ്റ്സ് നോട്ട് ഈസി. ചിലർക്ക് ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷേ നമ്മൾ അത്രയും രസമായിട്ടൊരു സാധനം അത്രയും എനർജിയിൽ വന്നിരുന്ന് ചെയ്തിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ കിട്ടുന്നൊരു വിഷമം. ഓ മൈ ഗോഡ്, ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ എന്ത് പറയും? സോണിക് ലാമ്പിൻ്റെ ഐ ഹേറ്റ് ദിസ് ബ്രോ. നല്ലത്. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാൾക്ക് ശേഷം അത്യാവശ്യം നല്ല രസമായിട്ട് ചെയ്തൊരു വീഡിയോയും അൺബോക്സിങ് ഒക്കെ ആയിരുന്നു. ഓ നോ, ഐ കാൻ ഡൂ ദിസ് അഗൈൻ. ഞാൻ ഇതിൻ്റെ അകത്ത് ഇതാണ് എൻ്റെ പെട്ടി കേട്ടാ. ഇങ്ങനത്തെ ഒരു പെട്ടിയിലാണ് പറഞ്ഞത്. ഈ ആൾക്കാരാണ് ഈ സാധനം ഫൗണ്ട് ചെയ്തേക്കുന്നത്. അതായത് ഈ 2 പേരാണ് IIT പഠിച്ചിറങ്ങിയ 2 ടീമുകളാണ്. ഇവരാണ് ഈ ഒരു സാധനം തുടങ്ങിയത്. മെയ്ഡ് ഇൻ പ്യുവർലി ഇൻ ഇന്ത്യ ആൻഡ് ട്യൂൺഡ് ഇൻ ഡെൻമാർക്കാണ്. നമുക്ക് ഇത് വരുന്നുണ്ട്, ഈ മറ്റേ സാധനം സോണിക് ലാമ്പിൻ്റെ ഈ വഴി നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഏകദേശം 40 മില്ലിമീറ്ററിൻ്റെ ഡ്രൈവറും 38 ഓംസിൻ്റെ ഇമ്പിഡൻസുമാണ് വരുന്നത് മെയിൻ ഡ്രൈവറിൽ നിന്ന്. പിന്നെ അവർ നമുക്ക് ഇതുപോലെ ഒരു മൈക്ക് വരുന്നുണ്ട്, എക്സ്റ്റൻഷൻ മൈക്കും ഒരു ചാർജിങ് കേബിളുമാണ് വരുന്നത്. മൈക്ക് തന്നത് വളരെ നന്നായി. ബിക്കോസ് ഓവർ ദ ഹെഡ്സിലുള്ള മൈക്ക് വളരെ മോശമാണ്. അതിപ്പോൾ എത്ര വില കൂടിയ സാധനമാണെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്റ്റൻഷൻ മൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് മോർ ഓവർ ഈ പെട്ടിയുടെ അകത്തിടായി വെയിറ്റ് ചെയ്യാം. എൻ്റെ അമ്മോ, ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു വളരെ ഈക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പെട്ടിയിലാണ് വന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു ചകിരി, ഞാൻ അതൊക്കെ ഇങ്ങനെ പറയായിരുന്നു, നമ്മളത് പണ്ട് കാലത്ത് ചകിരി വെച്ചിട്ടൊക്കെ നമ്മൾ കുളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തേക്ക് മറ്റേ ലൂഫ എന്നൊക്കെ പറഞ്ഞ സാധനമില്ല. നമുക്കിതുപോലത്തെ പണ്ട് ചകിരി വെച്ചിട്ട് സോപ്പ് വെച്ച് മുക്കിയിട്ടാണ് നമ്മൾ തേച്ചൊരച്ച് കുളിക്കുന്നത്. അപ്പോൾ ഇത് മേടിക്കുന്നവർ ഈ സാധനം വെച്ച് തേച്ചൊരച്ച് കുളിക്കാനൊക്കെ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞായിരുന്നു. അതൊക്കെ പോയി. ഇവിടെ ഉണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ, ടെസ്റ്റഡ് ഇൻ ട്യൂൺഡ് ഇൻ ഡെൻമാർക്ക്. സോ ദിസ് ഈസ് ദി ആപ്പ്. ആൻഡ് നമുക്കിതിൽ ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ ഉള്ള സിറ്റുവേഷനൊക്കെ ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതിൽ ചെറിയ ലൈറ്റുണ്ട്, അത് ഓണും ഓഫും ചെയ്യാൻ പറ്റും. ആൻഡ് ഇതാണ് പല ടൈപ്പ് ഓഫ് മോഡാണുള്ള. അത് നമുക്ക് ഈ വഴിയാണ് നമുക്ക് ടോഗിൾ ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് ഹിയർ എന്ന് പറയുന്നതാണ്. വളരെ നോർമൽ. ഫീൽ സംതിങ് വിച്ച് ഐ ലവ്ഡ്. എനിക്ക് ആ പാട്ട് കേൾക്കുന്ന സമയത്തും ഈ ഫീൽ എന്ന് പറഞ്ഞ സാധനമാണ് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സൗണ്ടിങ് ആണ് വരുന്നത്. അതായത് ക്ലാരിറ്റി ആണെങ്കിലും ബേസൊക്കെ അത്യാവശ്യം നമുക്കൊരു പതുക്കൊരു ഇടിയാണ് വരുന്നത്. പിന്നെ ഇമേഴ്സ് എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് വരുമ്പോൾ പ്രോപ്പർ ഡും 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 നമ്മുടെ ബോൺസ് വരെ നമുക്ക് ആ ഇടിയുന്നത്, അതായത് ആ സബ് വൂഫറിൻ്റെ ആ ഒരു ബാങ് ഉണ്ടല്ലോ, അത് നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബീസ്റ്റ് മോഡ് എന്നൊരു സാധനമുണ്ട്. അത് എനിക്ക് അറിഞ്ഞൂടെ ആരാണ് അത് വെച്ച് കേൾക്കാൻ പോകണമെന്ന്. പക്ഷേ ടൂ മച്ച്, ഭയങ്കര ബേസ് ഹെവി, ഭയങ്കര ഇടി. ഓ മാൻ, ഇറ്റ്സ് നോട്ട് സംതിങ് വിച്ച് ഐ വുഡ് സേ ഇറ്റ് ഈസ് വെരി കംഫർട്ടബിൾ. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഫീൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട്. വേണമെങ്കിൽ ഒരു ചെറിയ രീതിയിൽ നമ്മളിപ്പോൾ ഒരു ഹിപ്പ് ഹോപ്പ്, ഇപ്പം ലിറ്റിൽ വെയിൻ്റെ ലോലിപോപ്പോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഹനുമാൻ കൈൻഡിൻ്റെ ബിഗ് ഡോഗ്സ് ഒക്കെ കേൾക്കുകയാണെങ്കിൽ ഇമേഴ്സിലിട്ട് കഴിഞ്ഞാൽ നല്ല കിടില. അതാണ് ഹിപ്പ് ഹോപ്പ് പാട്ടുകൾ കേൾക്കുന്നവർക്ക്
പറ്റിയ ഒരു കിട്ടില്ല ഹെഡ്സെറ്റായിട്ടാണ് എനിക്ക് ഈ ഒരു സാധനം ഫീൽ ചെയ്യുന്നത്. ആൻഡ് ദ ബിൽഡ് ക്വാളിറ്റി ഈസ് റിയലി നൈസ്. നല്ല കുഷനിങ് വരുന്നുണ്ട്. ആൻഡ് ലോങ് ടൈം നമ്മൾ പാട്ട് കേൾക്കാനാണെങ്കിലും വലിയ കുഴപ്പമൊന്നും വരത്തില്ല. ഇവിടെ വോളിയം അപ്പും ഡൗണും നമുക്കിവിടെ വയ്ക്കാം. ഇപ്പോൾ ഇവിടെ പവർ ബട്ടൺ ആൻഡ് നമുക്കിവിടെ ചാർജിങ്ങും പിന്നെ ഇതാ ഇവിടെ മറ്റേ മൈക്ക് കുത്താനുള്ള സ്ഥലമുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. ഇറ്റ്സ് വെരി ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ലൊരു മെമ്മറി ഫോമിൻ്റെ ഒരു കുഷനിങ് ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ഫോർ ഹിപ്പ് ഹോപ്പ് മ്യൂസിക് കേൾക്കുന്നവർക്ക് ദിസ് ഈസ് എ ട്രീറ്റ്. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് സിനിമ കാണുക, ഇപ്പം ടാബിൽ കണക്ട് ചെയ്തിട്ട് സിനിമ കാണുന്നവർക്കാണെങ്കിലും ഗെയിം കളിക്കുക, അതൊക്കെ ഇനി കുറച്ചും കൂടെ ഒന്നൊരു ടെസ്റ്റ് ചെയ്യണം. ആൻഡ് ഐ വോണ്ട് ടു ചെക്ക് ദ മൈക്ക് ആക്ച്വലി നൈസാണോ എന്ന് നോക്കണം. ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് ഞാൻ പറഞ്ഞില്ല, ഈ ഇമേഴ്സ് എന്ന് പറയുന്ന സാധനം ഒരു ഭയങ്കര ഫണ്ണാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഫൺ തിങ് ഐ ഹാവ് എവർ ട്രൈഡ്. ആൻഡ് ഇതിൻ്റെ വില വന്ന് 16,500 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഒരു എക്സ്പെൻസീവ് ഫാക്ടർ വരുന്നത്. പിന്നെ ആപ്ടെക്സ്, കോൾകോമിൻ്റെ ആപ്ടെക്സിൻ്റെ കോഡക്കും കാര്യങ്ങളൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ SBC ഉണ്ട്, സാംസങ് ഡിവൈസസുമായിട്ട് നല്ല കോമ്പാറ്റബിൾ ആണ്. AAC ഉണ്ട്. സോ ഐഫോൺ ആൻഡ് പിക്സൽ ഡിവൈസസിലും നല്ല കോമ്പാറ്റബിൾ ആണ്. ആൻഡ് പിന്നെ നമുക്കെടുത്ത് പറയാനായിട്ടാണെങ്കിൽ ഞാൻ പറയില്ല, ബ്ലൂടൂത്ത് 5.1 ആണ്. അതിന് നമ്മൾ ഇത്രയും പ്രൈസ് കൊടുക്കുന്ന സ്ഥലത്ത് ഐ ഫീൽ ബ്ലൂടൂത്ത് 5.3 എങ്കിലും കൊടുക്കാമെന്ന്. ബിക്കോസ് ഒരു ലേറ്റൻസി ഇതിൽ വരുന്നുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇത് ടോഗിൾ ചെയ്യുന്ന അനുസരിച്ച് ജസ്റ്റ് മാറ്റി കഴിഞ്ഞാലും ഞാൻ പറയില്ല, മാറാനൊരു കുറേ സമയം പിടിക്കുന്നുണ്ട്. ഇത് പ്രോപ്പറായിട്ട് അത് ആപ്പിൽ ഞാൻ പറയില്ല, അത് ആവുന്നില്ല. അത് കറക്റ്റ് ഇപ്പോഴും ഹിയറിൽ തന്നെയാണ്. അത് യൂഷ്വലി ഇത് മാറണം. ആ ലേറ്റൻസി വരുന്നത് ഈ ബ്ലൂടൂത്ത് 5.1 ആയതുകൊണ്ടായിരിക്കാം. സോ അതാണ് എനിക്കിവിടെ ഇനിഷ്യലി പറയാനുള്ളത്. ബട്ട് ഇറ്റ്സ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ, ആസ് എൻ ഇന്ത്യൻ പ്രോഡക്റ്റ് ഐ തിങ്ക് ദിസ് ഇസ് ടു ഗുഡ്. ദിസ് ഇസ് ഫൺ. ദിസ് ഇസ് സൂപ്പർ ഡൂപ്പർ ഫൺ. ഇത് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ പോലെ നമ്മുടെ ഒരു മൊത്തം ഇങ്ങനെ കിടന്നിങ്ങനെ വിറയ്ക്കുവാടെ. അത് ലിറ്ററലി നമ്മൾ വെറുതെ പാട്ട് കേൾക്കണ്ട, വെറുതെ ഒന്ന് പ്ലേ ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചേ, വെറുതെ വെച്ചിരുന്നാൽ മതി. നമുക്ക് ഇത് എത്രയല്ലേ കിടക്കണമെന്നറിയോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഞാൻ ഹൈ വോളത്തിൽ പോലും ഇട്ടിട്ടില്ല കേട്ടോ, കാരണം ഹൈ വോളിയം. ഇതാരാണ് ഇതിൽ കേൾക്കാൻ പോണത് ഈ ഹൈ വോളിയത്തിൽ? എനിക്കറിഞ്ഞൂടാ, ഞാൻ കേൾക്കൂല. എനിക്ക് മറ്റേ ബീസ്റ്റ് മോഡ് പറ്റൂലടേ. എനിക്ക് ആ ഫീലാണ്, ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ളൊരു സാധനമുണ്ട്, ഒരു ഫീൽ എന്ന് പറയുന്നത്. ഒരു മിനിമം വോളിയത്തിൽ ആ ഫീലിൽ കേൾക്കണം. ഏവല്ലേ എനിക്കിതിൽ ഈ ഹെഡ്സെറ്റിൽ തന്നെ ഫീലാണ്. പക്ഷേ ഇത് ഫീലിലല്ല കേൾക്കാനുള്ളത്, ഇമേഴ്സിലോട്ട് ഇട്ട് കഴിഞ്ഞാലേ വല്ല ഗുണമുള്ളൂ കേട്ടോ. അതാണ് എനിക്കിവിടെ മലയാളത്തിൽ പറയാനുള്ളത്. എന്താണെങ്കിലും നല്ലൊരു ഫണ്ണായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചതാണ് ഗൈസ്. അതെന്തായാലും പോയി കിട്ടി. ചില സമയത്ത് ഇങ്ങനെയൊക്കെയാണ്, റെക്കോർഡ് ബട്ടൺ നിൽക്കൂല, മൈക്ക് പ്രോപ്പറായിട്ട് കണക്റ്റ് ആവില്ല. ഇതൊക്കെ എടുത്ത് വിളയെ കളയാൻ തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ എടുത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് വന്ന ദേശത്തിൽ DJ ഇപ്പോൾ അപ്പുറത്തെ വിള ഇരിക്കാനുള്ളതാണ്. ഇറ്റ്സ് ജസ്റ്റ് ഡിസപ്പോയിൻമെൻറ്റ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ആരെന്നെ വിളിച്ചാലും കിട്ടും എൻ്റെ വായിരിക്കണം, അതുകൊണ്ട് വേണ്ട. എന്താണെങ്കിലും ദാറ്റ് ഇസ് ദ വീഡിയോ ഗൈസ്. പൊളി സാധനം. കുറച്ചും കൂടെ ഇൻഡെപ്റ്റായിട്ട് ലോങ് ടൈം നമ്മൾ സാധനം വെക്കുമ്പോൾ ചെവി വേനിക്കുമോ, ഗെയിമിങ്ങിൻ്റെ കേസിൽ ഇത് എങ്ങനെയാണ്, കോൾ ക്ലാരിറ്റിയിൽ ഇത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സാധനം ഞാൻ പിന്നെ ഇടാടേ. ഐ എം വെരി സോറി ഗൈസ്. ഞാൻ വലിയ ഒരു